നമസ്കാരം. ഇന്ന് കന്നി ആയില്യം അഥവാ വെട്ടിക്കോട് ആയില്യം എന്നും പരാമർശിക്കാം. ഇന്ന് നാഗങ്ങളെ ആരാധിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. നാഗങ്ങളുമായി ബന്ധപ്പെട്ട വിശേഷപ്പെട്ട ദിവസം തന്നെയാണ് ഇന്ന്. അതിനാൽ ഇന്നേ ദിവസം ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും ജപിക്കേണ്ടതായ മന്ത്രങ്ങളെക്കുറിച്ചും വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും ശ്രമിക്കുക. ഇന്നേ ദിവസം നാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാകുന്നു. ആദ്യത്തെ ചിത്രം നാഗരാജാവിൻ്റെയും രണ്ടാമത്തെ ചിത്രം നാഗേക്ഷിയുടെയും ആകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ വിശേഷപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച്, നാഗങ്ങളുടെ അനുഗ്രഹത്താൽ വന്നു ചേരാൻ പോകുന്ന ആ ശുഭകരമായ മാറ്റങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നാഗങ്ങളെ മനസ്സിൽ ധ്യാനിക്കുക. ശേഷം തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നാഗരാജാവേ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ചിത്രമായ നാഗരാജാവിന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ പല കാര്യങ്ങളും ആസ്വദിച്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അതിന് സാധിക്കാത്തതായ അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. അതിനാൽ ധനപരമായ പ്രയാസങ്ങളും മറ്റു പ്രശ്നങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്കുണ്ട്. എന്നാൽ ഏത് കാര്യമാണ് എങ്കിലും ആസ്വദിച്ച് തനിക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും വിധം ചെയ്യുവാൻ സാധിക്കുന്നതായ സ്ഥിതിവിശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നാഗങ്ങളുടെ അനുഗ്രഹത്താൽ വന്നു ചേരും. ഏതൊരു വ്യക്തിക്കും അനിവാര്യമായത് വിവേകത്തോടെ ചിന്തിക്കുക, പ്രവർത്തിക്കുക എന്നീ കാര്യങ്ങളാകുന്നു. അത് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, എന്നാൽ അത് ജീവിതത്തിലേക്ക് യഥാവിധി കടന്ന് വരുന്നില്ല എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അതിൽ ചിലതെങ്കിലും നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാൻ നാഗങ്ങളുടെ കടാക്ഷത്താൽ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അധികാര സ്ഥാനങ്ങളിൽ നിങ്ങൾ എത്തുകയാണ് എങ്കിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ കൊയ്യുവാൻ സാധിക്കും. അഥവാ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പ്രതികരണശേഷി പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ തെറ്റാണ് എന്ന് തോന്നുന്നതായ ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് തിരുത്തി പറയുവാൻ സാധിക്കും. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത് മനസ്സിലാക്കിയായിരിക്കും നിങ്ങൾ ഇപ്രകാരം പ്രവർത്തിക്കുക. കൂടാതെ എപ്പോഴും വ്യക്തമായി തന്നെ പ്രതികരിക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ, ശക്തി, മനോബലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നാഗങ്ങളുടെ അനുഗ്രഹത്താൽ വന്നു ചേരാം. മനോബലം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ചെറുതും വലുതുമായ കാര്യങ്ങൾ ദീർഘകാലം ഓർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും മറന്നു പോകുന്നതായ ശീലമുണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടതായ അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ, ശരിയായ രീതിയിൽ ചിന്തിച്ച് വിവേകത്തോടെ പ്രവർത്തിക്കുവാൻ നാഗങ്ങളുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ അനുകൂലമാക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വർദ്ധിക്കും. അതായത് നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചതായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മറ്റു വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകൾ, ആ സ്വഭാവം നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും.
പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ സ്വഭാവത്താലും നിങ്ങളുടെ കർമ്മത്താലും പ്രവൃത്തിയാലും നിങ്ങൾക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് സഹായങ്ങൾ മറ്റ് വ്യക്തികളിൽ നിന്നും, അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായി തന്നെ ആരെങ്കിലും നിങ്ങളുടെ സഹായത്തിനായി എത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ജീവിതത്തിൽ പലപ്പോഴും ഉയർച്ച താഴ്ചകൾ വന്ന് ചേർന്നിട്ടുള്ളതായ വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴ്ചകൾ സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. എളുപ്പവഴി പല കാര്യങ്ങളിലും കണ്ടെത്തുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കഷ്ടപ്പാടുകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടുന്നവർ തന്നെയാണ് നിങ്ങൾ. അത് ധനപരം തന്നെയാകണം എന്നില്ല. മറ്റു ചില പ്രശ്നങ്ങളും, തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ, ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതിൽ നിന്നും മാറ്റങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം മറ്റു വ്യക്തികളുടെ പോരായ്മകൾ അല്ലെങ്കിൽ അവരുടെ ചില കുറ്റങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ബിസിനസ് പരമായി നേട്ടങ്ങൾ, ഉയർച്ച സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട്, പങ്കാളിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം പുരോഗതി കൈവരിക്കുവാനുള്ള സാധ്യതകളും അല്പം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം തൊഴിൽ, വിവാഹം, വീട്, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളും നിങ്ങൾക്ക് കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ സമയം അല്പം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നേ ദിവസം നാഗങ്ങളെ ആരാധിക്കുന്നതും പ്രത്യേകിച്ച് ആരാധിക്കുന്നതും, കൂടാതെ ഇന്നേ ദിവസം നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ, വിഷ്ണു ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിനും നാഗങ്ങളുടെ പ്രീതി ഇരട്ടിക്കുന്നതിനും സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക. രണ്ടാമത്തെ ചിത്രമായ നാഗയക്ഷിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ധനപരമായ പ്രശ്നങ്ങളാലോ തൊഴിൽപരമായ പ്രശ്നങ്ങളാലോ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ചില കാര്യങ്ങളാലോ ആകാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നാഗങ്ങളുടെ കടാക്ഷത്താൽ തരണം ചെയ്യുവാൻ ഒരു പരിധിവരെ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. മനക്ലേശങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാൽ ഈ മനക്ലേശങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തി എന്നിരുന്നാൽ പോലും മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയാതെ നിങ്ങളെ പിന്തുടരുന്നു എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾക്ക് നാഗങ്ങളെ ആരാധിക്കുന്നതിലൂടെ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സ്വസ്ഥത നിങ്ങൾ ആഗ്രഹിക്കുന്നവരാകുന്നു. എന്നാൽ പല പ്രശ്നങ്ങൾ, കലഹങ്ങളാലും നിങ്ങൾക്ക് സ്വസ്ഥത ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായ അവസ്ഥയാണ് ഉള്ളത് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ദീർഘനാളായി നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. നാഗങ്ങളുടെ അനുഗ്രഹം കൂടി നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ദീർഘനാളായിട്ടുള്ള ചില ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ സാധ്യത കൂടുതലാകുന്നു. നിലച്ചിരിക്കാതെ തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തികമായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്.
എന്നാൽ എപ്രകാരം ഇത് തരണം ചെയ്യണം എന്ന കാര്യത്തിൽ വ്യക്തമായ ആശയങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ക്രമാതീതമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നു എങ്കിൽ നാഗങ്ങളെ ആരാധിക്കുന്നതിലൂടെ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. നാഗങ്ങളുടെ അനുഗ്രഹത്താൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ചില വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നൽകുവാൻ സാധിക്കും വിധം അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതുമാണ്. ധനം നിങ്ങൾക്ക് അനുകൂലമായി തീരും. നിങ്ങൾക്ക് ലഭിക്കാനുള്ള ധനമാണ് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് ലഭിക്കാൻ അല്പമെങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിൽ വന്ന് ചേർന്നിരിക്കുന്നതായ ആ ദുഃഖങ്ങൾ, ആകുലതകൾ മറികടക്കുവാനും സന്താനങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ, സന്തോഷകരമായ ചില നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാണ് എങ്കിൽ പോലും സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഒരു പരിധിവരെ ഒഴിവാക്കുവാനും രോഗദുരിതങ്ങളിൽ നിന്നും മുക്തി നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ നാഗങ്ങളെ ആരാധിക്കുന്നതിലൂടെ അഥവാ നാഗങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ളതിനാൽ തന്നെ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ സഹായം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായും ആപത്തിൽ നിൽക്കുന്നതായ അവസരങ്ങളിലോ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ തുലം കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരും. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, ചില പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അഥവാ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ബന്ധങ്ങളിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ബന്ധങ്ങളിൽ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ജീവിത നിലവാരം ഉയരുന്നതാകുന്നു. അഥവാ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ, ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ആ ദുരിതങ്ങൾ തരണം ചെയ്യുവാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങളുടെ കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. സർവ്വ ഐശ്വര്യപ്രദമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നാഗങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുക. അതിനാൽ നാഗങ്ങളായി തന്നെ നൽകുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.